നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാ വർഷവും ജൂൺ 21 നാം അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നു. ഭാരതം ലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനയാണ് യോഗ. പതഞ്ജലി മഹർഷി യോഗ സൂത്രത്തിൽ ചിത്തവൃത്തി നിരോധ രൂപം യോഗ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാനസികമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് ശാരീരികവും മാനസികവും ആത്മീയവുമായ സൗഖ്യം, സുഖം യോഗ പ്രദാനം ചെയ്യുന്നു. ജൂൺ 21 നാം അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുമ്പോൾ നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ യോഗ എത്രത്തോളം പ്രയോജനകരമാണ് എന്ന വിഷയത്തെ അധികരിച്ചിട്ടാണ്. ദൈനംദിന ജീവിതത്തിൽ യോഗ ചെയ്യുമ്പോൾ നാം പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആർക്കൊക്കെ യോഗ പരിശീലിക്കുവാൻ സാധിക്കും, വൃദ്ധജനങ്ങൾക്കും ജീവിത ശൈലി രോഗങ്ങൾ ഉള്ളവർക്കും കുട്ടികൾക്കുമൊക്കെ യോഗ ചെയ്യുവാൻ സാധിക്കുമോ, മാനസിക സമ്മർദ്ദത്തെ നിയന്ത്രിച്ചുകൊണ്ട് ആത്മവിശ്വാസമുള്ള പോസിറ്റീവ് സമീപനമുള്ള ഒരു ജീവിതത്തിലേക്ക് യോഗ നമ്മെ എത്തരത്തിൽ കൈപിടിച്ചാനയിക്കുന്നു എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ ഷൈജു KS, സീനിയർ സ്പെഷ്യലിസ്റ്റ് നാച്ചുറോപ്പതി യോഗ, ഗവൺമെൻറ് യോഗ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ, വർക്കല. സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ആദരപൂർവ്വം, ഏറെ ബഹുമാനപൂർവ്വം സാമൂഹ്യപാഠത്തിലേക്ക്. നമസ്കാരം സാർ. നമസ്കാരം സാർ. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് യോഗ ദൈനംദിന ജീവിതത്തിൽ എന്ന വിഷയത്തെ അധികരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഇൻട്രഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ജൂൺ 21 നാം എല്ലാ വർഷവും അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുകയാണ്. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് നിത്യ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ യോഗ എത്രത്തോളം ഗുണകരമാണ് എന്ന വിഷയത്തെ അധികരിച്ചിട്ടാണ്. നമുക്ക് ആദ്യമായിട്ട് പ്രസ്തുത വിഷയത്തിലേക്ക് കടക്കുമ്പോൾ, ഒരു യോഗ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുക വഴി, ഡേ ടു ഡേ ലൈഫിൻ്റെ ഭാഗമാക്കുക വഴി ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികസനത്തിന്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പൂർണ്ണനായിട്ട് ജീവിതമായിട്ട് ഇഴകിച്ചേർന്ന് മുന്നോട്ട് പോകുന്നതിന് യോഗ എത്രത്തോളം ഹെൽപ്ഫുള്ളാണ്, സഹായകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രസ്തുത വിഷയത്തിലേക്ക് കടക്കാൻ തോന്നുന്നു. പറയാം സാർ. ഒരു വ്യക്തിയുടെ സമഗ്രമായിട്ടുള്ള വ്യക്തിത്വ വികസനത്തിന് യോഗ ഏറ്റവും നല്ലൊരു ടൂളാണ്. അപ്പോൾ അതൊരു വ്യായാമം എന്നുള്ളതിലുപരി സമഗ്രമായി തന്നെ അയാളുടെ വ്യക്തിത്വത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിച്ചു കൊണ്ടുപോകുന്ന ഒരു സംരംഭമാണ് യോഗ. അത് കിരൺ അത് മെൻഷൻ ചെയ്തതുപോലെ തന്നെ പതഞ്ജലി മഹർഷി അദ്ദേഹത്തിൻ്റെ അഷ്ടാംഗ യോഗത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ഒരു വ്യക്തി ഏതെല്ലാം തലങ്ങളിൽ വികസിക്കണം, അത് ഏത് തരത്തിലായിരിക്കണം, അതിൽ യോഗയുടെ പങ്ക് ഏതൊക്കെ രീതിയിൽ ഉപയുക്തമാക്കാം എന്ന് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. ഒരു വ്യക്തി നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് സാമൂഹികമായ ഒരു സോഷ്യൽ ലൈഫുണ്ട്, ഒരു സാമൂഹിക ജീവിതമുണ്ട്, അയാളുടെ വ്യക്തിപരമായ ജീവിതമുണ്ട്, മാനസികമായ വ്യവഹാരങ്ങളുണ്ട്. അങ്ങനെയുള്ള പല രീതിയിലാണ് ഒരു വ്യക്തിയുടെ വികസനം എന്ന് പറയുന്നത്. അപ്പോൾ അഷ്ടാംഗ യോഗത്തിൽ നമ്മൾ വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി, ഇത്രയാണ് 8 അംഗങ്ങൾ പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ആദ്യത്തെ യമ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു സാമൂഹ്യ ജീവി എന്നുള്ള രീതിയിൽ ഒരു സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അനുവർത്തിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ഒരു ചിട്ടയായിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സാമൂഹികമായ ജീവിതത്തിൽ മറ്റുള്ളവരോട് ചേർന്ന് പോകാൻ, മനുഷ്യനൊരു സാമൂഹിക ജീവിയാണല്ലോ, അപ്പോൾ അത് ഇണങ്ങി പോകാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അഹിംസ, സത്യ, അസ്തേയ, ബ്രഹ്മചര്യ, അപരിഗ്രഹ, യമ. അപ്പം അഹിംസ, ഹിംസിക്കാതിരിക്കണം. അപ്പോൾ ഹിംസ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാളെ തല്ലുന്നതോ കൊല്ലുന്നതോ മാത്രമേ ഹിംസയാകുന്നില്ല. അപ്പോൾ ഹിംസ എന്ന് പറഞ്ഞാൽ മനസ്സ വാച കർമ്മണ, മനസ്സുകൊണ്ടും വചസ്സുകൊണ്ടും കർമ്മം കൊണ്ടും നമ്മൾ ഒരാളെ വേദനിപ്പിക്കാതിരിക്കുന്നതാണ് എപ്പോഴും ഈ അഹിംസ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മളിപ്പം മനസ്സുകൊണ്ട് ഒരാളെ നമ്മൾ പല രീതിയിലുള്ള ഒരു എന്താ പറയുക കുശുമ്പോ അല്ലെങ്കിൽ ഒരു റിവെഞ്ചോ ഒക്കെ വെക്കുമ്പോൾ ഈ വ്യക്തിക്കല്ല, രണ്ടാമത്തെ വ്യക്തിക്കല്ല അത് ഉപദ്രവം ഉണ്ടാക്കുന്നത്. ഈ ഏത് വ്യക്തിയാണോ ഇത് ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് അവർക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദോഷങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പാടില്ല. സത്യം നമ്മൾ പറയുന്നത് വഴി അവിടെ ഒരു കള്ളം പറഞ്ഞ് വേറൊരാളിനെ കബളിപ്പിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇത് പറഞ്ഞു പോയാൽ കുറേ സമയമെടുക്കും. അപ്പോൾ ഈ യമ എന്ന് പറയുന്നത് നമ്മൾ ഒരു വ്യക്തി സമൂഹത്തിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ,
അത് കഴിഞ്ഞ് അവൻ്റെ വ്യക്തിഗതമായ ജീവിതത്തിലേക്ക് വരികയാണ്. ഈ വ്യക്തിഗതമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ ശൗച സന്തോഷ തപ സ്വാധ്യായ. അപ്പം ശൗചം വൃത്തിയായിരിക്കണം. ഇപ്പോൾ വൃത്തിയായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ചു ബ്രഷ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ബാഹ്യമായിട്ടുള്ള കംപ്ലീറ്റ് ക്ലെൻലിനെസ്സും അവിടെ ആവശ്യമാണ്. അതേപോലെ തന്നെ ആന്തരികമായിട്ടുള്ള ക്ലെൻലിനെസ്, അതേപോലെ മാനസികമായിട്ടുള്ള ക്ലെൻലിനെസ്. ഇപ്പോൾ ആന്തരികമായിട്ടുള്ള ക്ലെൻലിനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ അവയവങ്ങൾക്കും ആവശ്യമുള്ള രീതിയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അതുവഴി നമ്മുടെ ആന്തരിക അവയവങ്ങളെ കേടുപാടില്ലാതെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആന്തരികമായിട്ടുള്ള ഒരു ഹെൽത്തിനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ മാനസികമായിട്ടുള്ള ഒരു ക്ലീൻനെസ്, ഒരു റൈറ്റ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതൊക്കെ തന്നെ ഒരു മാനസികമായിട്ടുള്ള ഒരു ക്ലെൻലിനെസ്സിന് ഏറ്റവും അത് അനുവർത്തിച്ച് പോകുന്ന മെത്തേഡ്സാണ്. ഇനിയിപ്പം ഞങ്ങളിത് പറഞ്ഞു, സാമൂഹികമായിട്ടുള്ളത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് അയാളുടെ വ്യക്തിഗതമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു. ഇനിയാണ് അയാളുടെ ആരോഗ്യത്തിൻ്റെ പല ഘട്ടങ്ങളിലേക്ക് വരുന്ന, പല ഭാഗങ്ങളിലേക്ക് സ്പർശിക്കുന്ന അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുക. അവിടെ നമ്മൾ ആസനം, അപ്പോൾ സുഖം സ്ഥിരം ആസനം, സുഖമായിട്ടും സ്ഥിരമായിട്ടും നമ്മൾ അതിനകത്ത് എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ് ആസനം എന്ന് പറയുന്നത്. അപ്പം വിവിധ തരത്തിലുള്ള ആസനങ്ങളുണ്ട്. ശരീരത്തിന് വളരെ നല്ല രീതിയിൽ അതിൻ്റെ വ്യായാമം, സ്ട്രെച്ചസ് കിട്ടുന്നതും ശരീരത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ആ ഫ്രെയിം വർക്ക് കറക്റ്റായിട്ട് നിലനിർത്താനായിട്ടും ആരോഗ്യം നിലനിർത്താനായിട്ടും വിവിധ അവയവങ്ങളിലേക്കുള്ള രക്തചംക്രമണം, അതിൻ്റെ നെർവ് ഇന്നോവേഷൻസ് ഒക്കെ മാനേജ് ചെയ്യാനുള്ള ആസനങ്ങൾ വരുന്നു. അത് കഴിയുമ്പോൾ നേരെ പ്രാണായാമത്തിലോട്ട് കടക്കുന്നു. അതിൻ്റെ അടുത്ത മേളിലത്തെ തട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. അവിടെ പ്രാണൻ്റെ വിവിധ തരത്തിലുള്ള വ്യായാമം, അതല്ലെങ്കിൽ ഈ പ്രാണവിന്യാസങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നു. ഇങ്ങനെ പോയി നമ്മൾ പ്രത്യാഹാരം, നമ്മുടെ മൊത്തം സെൻസസിൻ്റെ കൺട്രോള്, അത് കഴിഞ്ഞ് അന്തരയോഗം, നമ്മുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, അവിടെ നമ്മൾ ധാരണ, ധ്യാനം, സമാധി വരെ എത്തി നിൽക്കുന്നു. തീർച്ചയായിട്ടും സാർ, നമ്മോടൊപ്പം ആദ്യ പ്രേക്ഷകൻ ലൈനിൽ ചേരുകയാണ്. നമുക്കാരെ നോക്കാം. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, സാമൂഹ്യപാഠമാണ്. പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? പേരെന്താണ്? ബാലൻ പ്രതാപിനാണ്. ഓക്കെ സാർ, സ്വാഗതം. എന്താണ് സാറിൻ്റെ സംശയമെന്ന് ചോദിച്ചോളൂ. ഞാനൊരു 72 വയസ്സുള്ള ആളാണ്. ഓക്കെ, ചോദിച്ചോളൂ സാർ, വ്യക്തമായി കേൾക്കുന്നുണ്ട് സാർ, ചോദിച്ചോളൂ. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കുറയ്ക്കാൻ ഈ ബട്ടർഫ്ലൈ യോഗ ഓക്കെ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കുറയ്ക്കുവാൻ വേണ്ടി അദ്ദേഹം ഈ ബട്ടർഫ്ലൈ യോഗ അതിനെപ്പറ്റി ചോദിക്കുന്നത്. സാർ നമസ്കാരം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഒന്ന്, നമുക്ക് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് നോക്കണം. ആ കാരണങ്ങൾ മുൻനിർത്തി അതിൻ്റെ റൂട്ട് കോസ്, അതിൻ്റെ വേരായ കാരണങ്ങൾ, അതിൻ്റെ റൂട്ട് കോസ് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. അപ്പോഴാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ പൂർണ്ണ രീതിയിൽ നമുക്ക് തരാൻ സാധിക്കുക. അപ്പോൾ അത് വ്യക്തിപരമായിട്ട് തന്നെ ഏതെങ്കിലും ഒരു നാച്ചുറോപ്പതി യോഗ ഡോക്ടറിനെ സാറൊന്ന് കാണുന്നത് വളരെ നന്നായിരിക്കും. എന്നാലും ജനറലായിട്ട് പറഞ്ഞാൽ ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ വീക്കം എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പോസ്റ്റർ മാത്രമല്ല. നമ്മൾ യോഗ തെറാപ്പിയിൽ വരുമ്പം കുറച്ച് യോഗ ആസനങ്ങളും റിലാക്സേഷൻ ടെക്നിക്സും പ്രാണായാമം ഒക്കെ കൂടെ ചേർന്നതാണ്, ക്രിയയും ഒക്കെ കൂടെ ചേർന്നതാണ് ഇതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബട്ടർഫ്ലൈ പോസ്റ്റർ മാത്രം കൊണ്ട് അതിന് നമുക്ക് ചെയ്യാൻ നമ്മൾ അതിലൊരു ഭാഗമാണ് ഈ ബട്ടർഫ്ലൈ പോസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം വേറെയും കുറച്ച് കാര്യങ്ങൾ കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അത് സാറിനെ ഒന്ന് ഏതെങ്കിലും ഒരു ഡോക്ടറിനെ ഒന്ന് നാച്ചുറോപ്പതി യോഗ ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമായി ഒരു കേസ് ടേക്കിംഗ് എടുത്ത് എന്ത് കാരണം കൊണ്ടാണ് ഈ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടായി എന്നും ഏത് ഗ്രേഡ് എത്രത്തോളമായി എന്നും എത്രത്തോളം അതിന് കാലപ്പഴക്കം ഉണ്ടെന്നും അതുകൊണ്ട് വേറെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടോ എന്നും കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് ചികിത്സ നിർണ്ണയിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചികിത്സയുടെ ആ ഒരു കാര്യം, യോഗ തെറാപ്പി എന്ന് പറയുന്നൊരു ഇത് വരുമ്പോൾ സർ ഏതെങ്കിലും ഒരു നാച്ചുറോപ്പതി യോഗ ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്താണ് എങ്കിൽ വർക്കല നമുക്ക് നാച്ചുറോപ്പതി യോഗ ഹോസ്പിറ്റലുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഉണ്ട്. ഒന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് പറയാനും അവിടെ അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് വളരെ നല്ല രീതിയിലെടുത്ത് സുഖമായിട്ട് തിരിച്ചു പോകാനും സാധിക്കും. ഓക്കെ സാർ, മനസ്സിലായി വരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി.
സാറേ, നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം മടങ്ങി വരാം. തീർച്ചയായും. സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. വിശപ്പും ദാഹവും പൊറുത്തുകൊള്ളാം ഞാൻ, പൊറുത്തുകൊള്ളാമേ വിയർപ്പും ക്ഷീണവും പൊറുക്കരുതയ്യോ, പരിതൃപ്തമാകാതെരിയും ജിജ്ഞാസ വളർത്തിടും ദാഹം. ചൂഴവും പഞ്ചഭൂതങ്ങൾ തന്നുന്മത്ത കോലാഹലം, ശ്യാമസുന്ദര നിൻ മുടിപ്പീലി ഞാനോർത്തിരിക്കുന്നു. ഉല്ലേഖം എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക്. പുനഃസംപ്രേഷണം എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠം. നമ്മിന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്ന വിഷയം യോഗ ദൈനംദിന ജീവിതത്തിൽ. നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ ഷൈജു KS, സീനിയർ സ്പെഷ്യലിസ്റ്റ് നാച്ചുറോപ്പതി യോഗ, ഗവൺമെൻറ് യോഗ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ, വർക്കല. സാർ, ഇപ്പോൾ നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് സംസാരിച്ചത് യോഗ ദൈനംദിനമായി ചെയ്യുമ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങൾ, ആന്തരികമായ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചായിരുന്നു സാറ് സംസാരിച്ചത്. സാർ, ഇപ്പോൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ സാമൂഹ്യ പാഠത്തിൽ സംസാരിക്കുന്ന വിഷയം തന്നെ ദൈനംദിന ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ യോഗ എന്നതാണ്. ദൈനംദിന ജീവിതത്തിൽ യോഗ ചെയ്യുമ്പോൾ നമ്മൾ പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൽ യോഗ വളരെ നല്ലൊരു പങ്കുണ്ട്. അദ്ദേഹം ഉണർന്നെണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും എല്ലാ ഘടകങ്ങളെയും യോഗ വളരെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം യോഗ ചെയ്യുന്നത് മുതൽ? ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് യോഗ ചെയ്യാനായിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്, യോഗ ചെയ്ത് കഴിഞ്ഞുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കി പോകുമ്പോഴത്തേക്കും അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ആ ദൈനംദിനമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് എത്തിച്ചേരാൻ കഴിയും. ഇപ്പോൾ യോഗ ചെയ്യാനായിട്ട് കഴിയുന്നതും രാവിലെ ആണ് യോഗ ചെയ്യാനുള്ളത്. അതിരാവിലെ നമ്മൾ എണീറ്റ് എന്താ പറയുക, വെള്ളം കുടിക്കുക. 1 ഗ്ലാസ് 2 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ച ശേഷം ശരിയായ രീതിയിൽ മലമൂത്ര വിസർജനങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം യോഗ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. കാരണം നമ്മുടെ ബ്ലാഡറിൽ, യൂറിനറി ബ്ലാഡറിലുള്ള യൂറിൻ്റെ പ്രസൻസോ അല്ലെങ്കിൽ രക്തത്തിലുള്ള സ്റ്റൂളിൻ്റെ പ്രസൻസോ ഒക്കെ തന്നെ യോഗയുടെ എഫക്റ്റിനെ ബാധിക്കും. അതേപോലെ ചെയ്യാനുള്ള കുറച്ച് ആയാസകരമായിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയാതെ വരുന്നു. അതോടെ റീഅബ്സോർപ്ഷൻ നടക്കാനുള്ള ചാൻസസ് കൂടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക, വെളിയിൽ കളയേണ്ട കാര്യങ്ങളെയൊക്കെ വെളിയിൽ കളഞ്ഞുകൊണ്ട് തന്നെ യോഗ തുടങ്ങുക. യോഗ തുടങ്ങുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ പറയുന്നു 2 ഗ്ലാസ് വെള്ളം കുടിക്കാം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും സാർ, നമുക്ക് യോഗ പരിശീലിച്ച് തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് വരാം. നമ്മുടെ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ലൈൻ ചേർന്ന്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, പേരെന്ന് പറയാമോ? പേരെന്താണ്? നമസ്കാരം. എന്റെ പേര് ശോഭനകുമാർ എന്നാണ്. ഞാൻ ബാലരാമപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ സാർ, എന്താണ് സംശയം എന്ന് ഡോക്ടറോട് ചോദിക്കും. സാർ, ഡോക്ടർ നമസ്കാരം, പറഞ്ഞല്ലോ. എനിക്ക് 63 വയസ്സ് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഞാന് കുറെ ദിവസമായിട്ട് യോഗ കുറച്ച് ചെയ്യുന്നുണ്ട്, ഒരു 6-7 വർഷം കൊണ്ട്. കഴുത്തിന് പ്രശ്നമുണ്ട്, സെർവിക്കൽ സ്പോണ്ടിലോസിസിന്റെ പ്രശ്നമുണ്ട്. ശരി. അപ്പൊ നടുവേദന നന്നായിട്ട് അലട്ടുന്നുണ്ട്. ഈ കഴുത്തിന്റെ എക്സസൈസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത് ചിലത് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ചെയ്യുന്ന ഗ്രൂപ്പിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബാച്ചിലൊരു 15 പേരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് പലവിധ പ്രായത്തിലുള്ളവരാണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഡർ അനുസരിച്ചിട്ടാണ് അവിടുത്തെ ക്ലാസ്സുകൾ നടത്തുന്നത്. ആദ്യം ഒരു 10-20 മിനിറ്റ് 15 മിനിറ്റോളം എക്സർസൈസ്, ലൂസനിങ് എക്സർസൈസ്, അത് ായിട്ടും അതായിട്ടും ഒക്കെ ചെയ്യുന്നത്. കാരണം എല്ലാവരും മിക്സ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അതിനുശേഷം സൂര്യ നമസ്കാരം ഒരു 6-7 റൗണ്ട് ചെയ്യിപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് യോഗാസനാസ്, അപ്പം പിന്നെ അത് എന്താണ് പ്രാണായാമ, പിന്നെ വൈൻഡപ്പ് സെക്ഷൻ, അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് കുറെ കാര്യങ്ങൾ ഓരോ ദിവസം ഓരോ ഇതായിരിക്കും. സൂര്യ നമസ്കാരം, എന്താണ് സാറിന് അറിയേണ്ട കാര്യമെന്ന് ചോദിക്കും. അതെ, അപ്പൊ ഇതിൽ ഇത്രയും ചെയ്യുന്നതിൽ എനിക്ക് ഇങ്ങനെയുള്ള ഒരു രോഗി എന്നുള്ള ലെവലില് കഴുത്തിന് വേദനയുള്ളവർക്കും നടുവേദനയുള്ളവർക്കും എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ? ഓക്കെ, ശരി.
ശരി, നമസ്കാരം. അപ്പോൾ ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ജനറൽ ആയിട്ടുള്ളൊരു യോഗ സെഷനിലാണ് താങ്കൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾക്ക് കൂടുതലും വേണ്ടത് തെറാപ്പറ്റിക് സെഷനാണ്, തെറാപ്പി യോഗയാണ് വേണ്ടത്. ഇപ്പോൾ കഴുത്തിന് വേദനയുണ്ട്, നടുവിന് വേദനയുണ്ട് എങ്കിൽ ആ കഴുത്ത് വേദനയും നടുവ് വേദനയും ഒക്കെ വേണ്ടുന്ന രീതിയിലുള്ള ഒരു യോഗ തെറാപ്പിയാണ് വേണ്ടത്. ഇപ്പോൾ കഴുത്ത് വേദന എന്നുള്ളത് സെർവിക്കൽ സ്പോണ്ടിലോസിസ് ആണോ, സ്പോണ്ടിലൈറ്റിസ് ആണോ, ഏത് വരെ അതെത്തി, അതൊരു എന്താ പറയുക, ഒരു നെർവ് കംപ്രഷൻ വരുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ നടുവേദന, ഇപ്പോൾ ആ മസിൽസിനുള്ള ഒരു ലാക്സിറ്റി കാരണം അല്ലെങ്കിൽ മസിൽ ഫെറ്റീഗ് കാരണം ഉണ്ടാകുന്ന നടുവേദനയാണോ, അതോ അല്ല ഇനി നമുക്കൊരു വെർട്ടിബിൾ ഡിസ്പ്രലാപ്സ് ആണോ, IVDP ആണോ അതിൻ്റെ ഒരു കാരണം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും അതിന് പിന്നിലൊരു കാരണമുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ നമുക്കത് നോക്കേണ്ടിയിരിക്കുന്നു. അത് വിശദമായ ഒരു പരിശോധനയ്ക്ക് ശേഷം നമ്മൾ യോഗ തെറാപ്പി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിലോ, ഇപ്പം ബാലരാമപുരത്ത് നമ്മുടെ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്, അവിടെ ഒരു ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു യോഗ ഇൻസ്ട്രക്ടറുണ്ട്, ഡോക്ടറുണ്ട്. അതേപോലെ ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി ബാലരാമപുരത്തുണ്ട്. തൊട്ടടുത്ത് തന്നെ മംഗലത്തുകോണം എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി വെങ്ങാനൂർ അതവിടെ ഉണ്ട്. ഇവിടെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ചുറ്റുപാട് തന്നെ 3 എണ്ണം ഉണ്ട്. അവിടെ എവിടെയെങ്കിലും പോയിട്ട് ആ ഡോക്ടറിനെ ഒന്ന് കാണുക, കണ്ട് വിശദമായി ഒന്ന് പരിശോധിച്ച ശേഷം യോഗ തെറാപ്പിയിലോട്ട് നീങ്ങുന്നതായിരിക്കും കുറച്ച് നന്നായിട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സാർ, മനസ്സിലായി വരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി സാർ. ഇപ്പോൾ നമ്മുടെ മാന്യപ്രേക്ഷകനായ അദ്ദേഹം വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ സംസാരിക്കാൻ വന്നത് യോഗ പരിശീലിച്ച് തുടങ്ങേണ്ടത് എപ്പോഴാണ്, അതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ വിസർജന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് യോഗ ചെയ്യാനായിട്ടുള്ള ഒരു റൂം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്, ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അപ്പോൾ യോഗ ചെയ്യാനായിട്ടൊരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കാറ്റോട്ടമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലൊരു ഫ്ലോർ, ഈവനായിട്ട്, അതായത് വളരെ സമതലമായിട്ടുള്ളൊരു ഫ്ലോറ്, കയറ്റ ഇറക്കം ഒന്നുമില്ലാതെ, കല്ലോ മണ്ണോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ഫ്ലോർ തിരഞ്ഞെടുക്കുക. അതിൻ്റെ മുകളിൽ നല്ലൊരു മാറ്റ് വിരിക്കുക. പ്രിഫറബിളി തുണിയുടെ മാറ്റ് ആണ് ഏറ്റവും നല്ലത് ആയിട്ട് നമ്മൾ പറയുന്നത്. കാരണം റബ്ബർ മാറ്റും ഒക്കെ ഉണ്ടെങ്കിൽ പോലും റബ്ബറൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പൊടി ഇളകുന്നതായിട്ട് നമ്മൾ വളരെ ഇതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലോത്തിൻ്റെ നല്ല കട്ടിയുള്ളൊരു മാറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറെ നല്ലത്. അപ്പോൾ നമുക്കൊരു കംഫേർട്ട് അവിടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏത് തരത്തിലുള്ള വസ്ത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. യോഗ ചെയ്യുമ്പോൾ വളരെ ഇറുക്കം ഇല്ലാത്തതും ഇച്ചിരി അയഞ്ഞു കിടക്കുന്നതും ഇലാസ്റ്റിക്സിൻ്റെ ഉപയോഗം കുറഞ്ഞതുമായിട്ടുള്ള വസ്ത്രം നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്രയും ആകുമ്പോഴത്തേക്കും നമ്മൾ ആ പ്രീ റിക്വസിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ എത്രത്തോളം വെള്ളം അതിന് മുന്നേ കുടിക്കാം, ഞാൻ പറഞ്ഞു രാവിലെ എണീറ്റ ഉടനെ നമുക്ക് വെള്ളം കുടിക്കും, ഒരു 2 ഗ്ലാസോ ഒക്കെ കുടിക്കാം. അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ നമ്മൾ കുറച്ച് സമയം അങ്ങോട്ട് എടുക്കും. അപ്പോൾ അത് കഴിയുമ്പം തന്നെ നമ്മുടെ ബ്ലാഡറിൽ വരുന്ന ആ യൂറിൻ കപ്പാസിറ്റി ആയിരിക്കും നമ്മൾ തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ യോഗ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരിക്കലും യോഗ ഒരു സ്പീഡിൽ ചെയ്ത് തീർക്കുന്ന ഒരു കടമയായിട്ട് ചെയ്യാതിരിക്കുക. വളരെ സാവധാനം തന്നെ അത് എൻജോയ് ചെയ്ത് ആ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ ആസനങ്ങൾ ചെയ്യുമ്പോഴും ഏതൊക്കെ അവയവത്തിന് എവിടെയൊക്കെ ഒരു സ്ട്രെച്ച് ഉണ്ടാകുന്നു, എവിടെയൊക്കെ പെയിൻ ഉണ്ടാകുന്നു എന്നൊക്കെ വളരെ സസൂക്ഷ്മം വീക്ഷിച്ച് നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ, നമ്മുടെ അവെയർനെസ് ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടുകൊണ്ട് വേണം നമ്മൾ യോഗ ചെയ്യാനായിട്ട്. നമ്മൾ ഇപ്പം ഒരു കാലിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അടുത്ത കാലിന് എന്ത് സംഭവിക്കുന്നു, ആ കാലിൽ എത്രത്തോളം വെയിറ്റ് അതിനകത്ത് വരുന്നു, നമ്മുടെ ബാലൻസിങ് എങ്ങനെയാണ് എന്നൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ യോഗ ആസനങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ അവിടെ നിൽക്കണം. ഓടിപ്പിടിച്ച് ചെയ്യാതിരിക്കുക, സമയമെടുത്ത് ചെയ്യുക. ഇനി ചില കാര്യങ്ങളുണ്ട്, എത്രത്തോളം നമ്മൾ മുന്നോട്ട് വളയണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു റൂളുണ്ട്. ആ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലീഡ് ദാൻ ദ പെയിൻ ലിമിറ്റ്. ആ വേദന ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു ലിമിറ്റിന് മുകളിൽ പോകരുത്. ഇപ്പോൾ വേദന എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സിഗ്നലാണ്, ഈ ഒരു മൂവ്മെൻറ്റ് വേണ്ട, അത് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ മുന്നോട്ട് കുനിയുമ്പോൾ, ഇപ്പോൾ ഒരാൾക്ക് 40 ഡിഗ്രി കുനിയുമ്പോൾ ഒരു വേദന ഉണ്ടാകുന്നു പുറത്ത് എന്ന് വരുമ്പോൾ അവിടെ വെച്ചത് നിർത്തുക.
ഇപ്പോൾ നേരത്തെ ഒരു പിന്നെ സാറ് പറഞ്ഞ കണക്ക് കഴുത്ത് വേദന ഉണ്ടാകുന്നു. അപ്പോൾ ആ കഴുത്ത് വേദന എവിടെ എത്ര മൂവ് ചെയ്യുമ്പോഴാണ് ആ വേദന ഉണ്ടാകുന്നത് നോക്കിയിട്ട് അവിടെ വെച്ച് ആ മൂവ്മെൻറ്റ് നിർത്തുക, ആ വേദനയിൽ ശ്രദ്ധിക്കുക. അങ്ങനെ വേണം നമ്മളപ്പോൾ എത്രത്തോളം പെർഫെക്ഷനിലോട്ട് പോയി. ഇപ്പോൾ പാദഹസ്താസനം ചെയ്യുമ്പോൾ മൂക്ക് കൊണ്ടുവന്ന് മുട്ടയെ തൊടണം, കാൽമുട്ടയെ തൊടണം എന്നുള്ള ആ പെർഫെക്ഷനിലോട്ട് പോകേണ്ട ആവശ്യമില്ല യോഗയുടെ എഫക്റ്റ് കിട്ടുന്നതിന്. യോഗയുടെ എഫക്റ്റ് അത് ഒരു യോഗ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അത് ആ ഒരു പെർഫെക്ഷൻ വേണ്ടി വരും. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് വേണ്ടി വരില്ല. ആ ശരീരത്തിൻ്റെ സ്ട്രെച്ചും പെയിനും മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് എത്രത്തോളം കഴിയുമോ അതനുസരിച്ച് ചെയ്യുമ്പോൾ ആ പെർഫെക്ഷനിൽ വരുന്ന അത്രയും ഇഫക്റ്റ് നമുക്ക് ഇത്രയിലും കിട്ടും. അതായത് 60 ഡിഗ്രി ഒരാൾക്ക് കുനിയുമ്പോൾ ഉണ്ടാകുന്ന വേദന വരുമ്പോൾ അയാൾ അവിടെ നിർത്തിയിട്ട് ചെയ്യുന്നെങ്കിൽ ഒരു 40 ഡിഗ്രി ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ പോലും അത്രയും എഫക്റ്റ് ഇവിടെ വന്ന് കഴിയും. ആ എഫക്റ്റ് ശരീരത്തിൽ നിലനിർത്തണമെങ്കിൽ ആ പോസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യണം. സാധാരണ ശ്വാസത്തിൽ ആ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റ് കൂടുതൽ ശരീരത്തിന് വരുന്നത്. അപ്പോഴാണ് പതഞ്ജലി മഹർഷി പറഞ്ഞ സുഖം സ്ഥിരം ആസനം എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ എത്തിച്ചേരുന്നത്. സുഖമായിരിക്കണം, അതായത് വേദനയൊന്നും ഉണ്ടാവരുത്, സ്ഥിരമായിരിക്കണം ആ മെയിൻ്റനൻസ്, അത് സാധാരണ ശ്വാസത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് യോഗ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ആസനങ്ങൾ ശ്വാസം വിട്ടിട്ടായിരിക്കും മുന്നോട്ട് കുനിയേണ്ടത്, അല്ലെങ്കിൽ പിന്നോട്ട് കുനിയേണ്ടത്, അല്ലെങ്കിൽ സൈഡിലോട്ട് കുനിയേണ്ടത്, ശ്വാസം എടുത്ത് തിരിച്ചു വരേണ്ടതുണ്ട്. അത് വ്യക്തമായി നമ്മുടെ ഗുരുമുഖത്ത് നിന്ന് കിട്ടുന്നത് വളരെ ക്ലിയറായിട്ട് തന്നെ അത് അനുവർത്തിച്ചുകൊണ്ട് ചെയ്യുക. തീർച്ചയായിട്ടും സാർ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഫ്ലെക്സിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി യോഗയെ പറയാറുണ്ട്. ഈ ഫ്ലെക്സിബിളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ യോഗ ചെയ്യാൻ പറ്റൂ, അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. സാർ, ഈ ജീവിത ശൈലി രോഗങ്ങളുള്ളവർ, ഈ വൃദ്ധജനങ്ങൾ, ഇവർക്കൊക്കെ യോഗ ചെയ്യാൻ സാധിക്കുമോ? അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിൽ വിവിധ ഏതാണ്ട് 700ഓളം ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുണ്ട്. അതായത് പിന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോമിയോ, ആയുർവേദ, സിദ്ധ, യുനാനി, നാച്ചുറോപ്പതി ഡിസ്പെൻസറികളെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നമ്മൾ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററായിട്ട് മാറ്റിയിട്ടുണ്ട് നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിൽ. അപ്പോൾ അവിടെ എല്ലായിടത്തും തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള യോഗ, ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ ഇൻസ്ട്രക്ടേഴ്സിനെ നിയമിച്ചിട്ടുണ്ട്. ഈ സെൻറ്റേഴ്സ് വഴി പ്രധാനമായിട്ടും നമ്മൾ നോക്കിക്കാണുന്നത് ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് യോഗ കൊണ്ട് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, യോഗ കൊണ്ട് എങ്ങനെ മാറ്റാം എന്നുള്ളത് തന്നെയാണ്. അതിനാണ് മുഖ്യമായിട്ടുള്ള ഒരു പ്രാമുഖ്യം അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ടാമത്തെ ആദ്യത്തെ ആ ഒരു കോമ്പണൻ്റ് ഉണ്ട്, നമ്മളാ ഫ്ലെക്സിബിലിറ്റി. ഈ ഫ്ലെക്സിബിലിറ്റി ഉള്ളവർക്ക് മാത്രമേ യോഗ ചെയ്യാവൂ എന്ന് ഒരിടത്തും ഇല്ല. ഇതെല്ലാം വെറും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് മാത്രമാണ്. കാരണം യോഗ ചെയ്യുന്നത് വഴിയാണ് ഫ്ലെക്സിബിലിറ്റി കൂടുന്നത്. ഇപ്പോൾ ഫ്ലെക്സിബിൾ അല്ലാത്തൊരു വ്യക്തിക്ക് ആ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനായിട്ട് യോഗ ചെയ്യുന്നാൽ, അല്ലെങ്കിൽ യോഗ ചെയ്ത് കഴിയുമ്പോൾ ഫ്ലെക്സിബിലിറ്റി കൂടിക്കൊണ്ടുവരികയാണ്. ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വെറും ഒരു നമ്മളെ കാണിക്കാനുള്ള, അല്ലെങ്കിൽ ഞാൻ ഫ്ലെക്സിബിൾ ആണെന്ന് കാണിക്കാനുള്ള ഇത് മാത്രമല്ല. ഇതൊരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻഷ്യൽ സയൻസാണ് യോഗ എന്ന് പറഞ്ഞാൽ. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സുഖമാണ് യോഗ എന്ന് പറയുന്നത്. അല്ല, ഒരു പെർഫോമിംഗ് ആർട്ടല്ല യോഗ ശരിക്കും പറഞ്ഞാൽ. ഒരു ജീവിതത്തിൻ്റെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ജീവിത കലയാണ് യോഗ. അപ്പോൾ അവിടെ ഈ പതിയെ നമ്മളൊരു ഫ്ലെക്സിബിൾ അല്ലാത്തൊരാളിന്, ഇപ്പോൾ വളരെ വണ്ണമുള്ള ഒരാൾ, നമ്മൾ പറയും ഇയാൾ യോഗ ചെയ്യാൻ പലർക്കും ഒരു വിമുഖതയാണ്. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ പേഷ്യൻസ് വരുമ്പം, അയ്യോ ഡോക്ടറെ ഞാൻ വളരെ തടിയുള്ള ആളാണ്, എനിക്ക് യോഗ ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും അവർ ഒരു 5-10 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ ഒരുവിധം എല്ലാ ആസനാസം ചെയ്യാൻ കഴിവുള്ളവരായിട്ട് മാറുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ വരുന്ന കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ എഫക്റ്റ് അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ അവിടെ വരുന്ന കാര്യം എന്ന് വെച്ചാൽ അത് ചെയ്ത് ഫ്ലെക്സിബിലിറ്റി കൂടുക, അതേപോലെ യോഗ ചെയ്ത് ആ ശരീരത്തിൻ്റെ ഒരു ഷേപ്പ്, സ്ട്രക്ചർ കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും. സാർ, നമ്മുടെ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ലൈൻ ശരിയാണ്. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേന്ദ്രൻ നായർ മുംബൈയിൽ നിന്ന് വിളിക്കുകയാണ്. ഓക്കെ സാർ, എന്താണ് സംശയം എന്ന് ഡോക്ടറോട് ചോദിക്കും. നമസ്കാരം സാർ, പറഞ്ഞു. ഞാൻ സ്ഥിരമായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന, യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെഡിറ്റേഷനാണ്, ധ്യാനമാണ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുള്ളത്. സാധാരണ യോഗ എന്ന് പറഞ്ഞാൽ ആസനവും പ്രാണായാമത്തിനാണ് പറയുന്നത്. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് ധ്യാനം, മെഡിറ്റേഷനാണ് ചെയ്യാറ്. അപ്പൊ ഈ ചിന്തകള് കംപ്ലീറ്റ് ഇല്ല എന്ന് പറയാൻ എങ്ങനെയാണ് സാർ? വേറെ ഒരു ചിന്ത ഇല്ലാണ്ട് നമ്മളെ കംപ്ലീറ്റ് മനസ്സ് ചിന്തകളൊന്നും ഇല്ല എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാവുക? അല്ലെങ്കിൽ അതൊരു എക്സ്പീരിയൻസ്, കാനോട്ട് ബി എക്സ്പ്ലെയിൻ, അങ്ങനെയാണോ? അതൊരു എക്സ്പീരിയൻസ് ആണോ,
അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണോ സാറ്? ഓക്കെ സർ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അഷ്ടാംഗയോഗയുടെ അവസാനത്തെ ഭാഗം ഞാനൊന്ന് സ്പീഡിൽ പറഞ്ഞു പോയി. അവിടെ അതിൻ്റെ ഒരു പ്രസക്തിയാണ് സർ ഇവിടെ വരുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രാണായാമം വരെ ബഹിരംഗ യോഗയും പിന്നീട് അന്തരംഗ യോഗ എന്ന് പറയുമ്പോൾ ധാരണ, ധ്യാന, സമാധി. അപ്പോൾ പ്രത്യാഹാരം എന്ന് പറഞ്ഞ ഇതിൻ്റെ ഒരു ബ്രിഡ്ജുണ്ട്. ഈ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഓർഗൻസിനെയും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സെൻസസിനെയും നിയന്ത്രിക്കുന്ന ഒന്നാണ് ഈ ബ്രിഡ്ജിങ് ആയിട്ടുള്ള പ്രത്യാഹാരം എന്ന് പറയുന്നത്. അതായത് കണ്ണുണ്ട്, നമ്മൾ പക്ഷേ കാണുന്നില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല, കാതുകൊണ്ട് അധികം കേൾവിയെ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന പ്രത്യാഹാരം. അത് കഴിഞ്ഞുള്ള ഭാഗമാണ് സാറിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കൂടുതൽ പ്രസക്തമായിട്ട് വിശദീകരിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത്. അതായത് ഇനി വരുന്ന കാര്യങ്ങൾ ധാരണ, ധ്യാന, സമാധി. അപ്പോൾ ധാരണ എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ കോൺസെൻട്രേഷനാണ്. അവിടെ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പുഷ്പം എന്നല്ലെങ്കിൽ ഒരു പൂവ് അവിടെ ഉണ്ടാകും, അതൊരു ഒബ്ജക്റ്റാണ്. നമുക്ക് രണ്ടാമത് ആ കാണുന്ന ആൾ എന്ന് പറയുന്നൊരു വ്യക്തി അവിടെ ഉണ്ടാകും. ഈ കാണുക എന്ന് പറയുന്നൊരു കർമ്മം അവിടെ ഉണ്ടാകും. ഈ മൂന്നും കൂടെ ചേർന്നിട്ട് അവിടെ അതിൽ മാത്രം, ഞാൻ നേരത്തെ പറഞ്ഞു, ആ പുഷ്പത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ കംപ്ലീറ്റ് കോൺസെൻട്രേഷനും ഫോക്കസ് അതിൽ മാത്രമായിട്ട് നമ്മൾ വേറൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമുക്ക് ധാരണ എന്ന് പറയുന്നു. അതേസമയം ആ ഒബ്ജക്റ്റ് അവിടെ നിന്ന് മാറ്റിയിട്ട് അതിനെ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, അതിൻ്റെ ഒരു പ്രതിബിംബം നമ്മൾ ഉള്ളിൽ കണ്ടുകൊണ്ട് നമ്മൾ അത് ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആ ധാരണ എന്ന് പറയുന്നതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ആ ഒബ്ജക്റ്റ് അവിടെ നിന്ന് മാറി, അതേസമയം ആ കാണുന്ന വ്യക്തിയുണ്ട്, കാണുക എന്ന് പറയുന്ന കർമ്മമുണ്ട്. ഇത് രണ്ടും മാത്രമാകുമ്പോൾ അത് ധ്യാനമായി. ഈ മൂന്നും അവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ ഞാൻ എന്നിൽ തന്നെ അലിഞ്ഞു ചേരുകയാണ്, ഞാൻ എന്നിൽ തന്നെ മെർജ് ചെയ്ത് ചേരുമ്പോൾ അത് സമാധിയായി. അപ്പോൾ അവിടെ സാറ് പറഞ്ഞു, ആ വിചാരധാര അവിടെ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ധ്യാനം എന്ന് പറയുന്നത്. അത് ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ധ്യാന അവസ്ഥയിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ധ്യാനിക്കുകയാണ്, ഞാൻ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എന്ന് പറയുന്ന ഒരു വിചാരം പോലും ഇല്ലാത്തൊരവസ്ഥയാണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, ഈ ധ്യാനാവസ്ഥ കഴിയുമ്പോൾ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, എത്ര സമയമെന്ന് പോലും നമുക്കറിയാൻ പറ്റുന്നില്ല. ഒരു ധ്യാനാവസ്ഥയിലോട്ട് കയറിക്കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അതിൻ്റേതായ ഒരു ഒരു ബ്ലിസ്സ്, നമുക്ക് അതിൻ്റേതായ ഒരു ഉന്മാദം നമുക്കുണ്ടാകും. അതിൻ്റേതായ മാനസികമായിട്ട് ഭയങ്കര ഒരു സുഖം നമുക്കുണ്ടാകും. ഒരു ഉറങ്ങി എണീക്കുന്നതിനേക്കാളേറെ ഒരു സുഖം അവിടെ നമുക്ക് ഒരു മാനസിക സുഖം കിട്ടും. അപ്പോഴതാണ് അതിൻ്റെ ഒരു ഡിമാർക്കേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ സാർ, മനസ്സിലായി തരുന്നു. വിളിച്ചതിന് നന്ദി. സാറിന് നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം മടങ്ങി വരാം. സാമൂഹ്യപാഠത്തിൽ ഇനിയൊരു ഇടവേള. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ, കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവണ്ടോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ, കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവണ്ടോതിയ കഥയാണീ. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠം. നമ്മെന്ന സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്ന വിഷയം യോഗ ദൈനംദിന ജീവിതത്തിൽ. നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ ഷൈജു KS, സീനിയർ സ്പെഷ്യലിസ്റ്റ് നാച്ചുറോപ്പതി യോഗ, ഗവൺമെൻറ് യോഗ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ, വർക്കല. സാർ, ഇപ്പോൾ നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് സംസാരിച്ചത് ഫ്ലെക്സിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി യോഗയുമായിട്ട് നിലനിൽക്കുന്ന ചില മിഥ്യാധാരണകളെക്കുറിച്ചാണ്. സാർ, ഇപ്പോൾ യോഗയെക്കുറിച്ച് പൊതുവെ പറയുന്നതാണ് ഈ സ്ത്രീകൾക്കും യുവാക്കൾക്കുമൊക്കെയാണ്, യുവത്വത്തിലുമൊക്കെയാണ് യോഗ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ ചിലർ പറഞ്ഞ് കേൾക്കാറുണ്ട്. സാർ, അതുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കുകയാണ്, ഇപ്പോൾ ഗർഭിണികൾ, അതുപോലെ കുട്ടികൾ, ഇവർക്കൊക്കെ യോഗ ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണത്. കാരണം യുവാക്കൾക്ക് മാത്രമല്ല, എല്ലാ ഏജ് ഗ്രൂപ്പിലും യോഗ വളരെ നല്ല രീതിയിൽ അതിൻ്റെ എഫക്ട്സ് കൊടുക്കുന്നുണ്ട്. എഫക്ട്സ് നമുക്ക് കിട്ടാനായിട്ടുള്ള എല്ലാ രീതിയിലും ഉള്ള കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ കുട്ടികളിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ
കുട്ടികളിൽ അവർ അറിവ് വന്ന പ്രായം മുതൽ യോഗ ചെയ്യാൻ തുടങ്ങാം എന്നാണ് പറയുന്നത്. എന്നാൽ പോലും ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ കാര്യ പ്രസക്തി മനസ്സിലായി ഞാനിതെൻ്റെ ആവശ്യത്തിന് എൻ്റെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, എനിക്കിത് ഏറ്റവും നല്ലൊരു കാര്യത്തിന് ചെയ്യുകയാണെന്നുള്ള ആ ഒരു മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ആ ഒരു സമയം മുതൽ തന്നെ നമുക്ക് ഈ കുട്ടികൾക്ക് യോഗ കൊടുക്കാൻ കഴിയും. അതുവഴി തന്നെ അവൻ്റെ ശാരീരികമായിട്ടുള്ള നല്ലൊരു ആരോഗ്യം, രോഗങ്ങളിൽ നിന്നുള്ള പ്രതിരോധശേഷി ഒക്കെ കൂട്ടാൻ കഴിയും. നമ്മളിപ്പോൾ സ്കൂളിൽ യോഗ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ധാരാളം നല്ല എഫക്റ്റാണ് നമ്മളോട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് അടിക്കടി രോഗം വരാതെ നമുക്ക് ആ ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നു. അത് നമ്മൾക്ക് ക്ലാസ്സിൻ്റെ അറ്റൻഡൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. യോഗ ചെയ്യുന്നതിന് മുമ്പ് നിരന്തരം ആബ്സെൻ്റ് ആയിക്കൊണ്ടിരുന്ന കുട്ടികൾ അത് കഴിയുമ്പോഴത്തേക്കും ആബ്സെൻറ്റിസം കുറഞ്ഞ് കൂടുതൽ ദിവസം ക്ലാസ്സിൽ അപ്പിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ശ്രദ്ധ, കോൺസെൻട്രേഷൻ, ഫോക്കസിങ് ഇതെല്ലാം തന്നെ കൂടുന്നതായിട്ട് അറിയാൻ കഴിയും. മെമ്മറി പവർ കൂടുന്നു. ഇങ്ങനെയുള്ള കുറച്ച് നല്ല എഫക്ട്സ് ഇദ്ദേഹത്തിൽ വരുന്നു, ഈ കുട്ടികളിൽ വരുന്നു. അതോടൊപ്പം തന്നെ ഈ അഡിക്ഷൻസ് ഒക്കെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഗർഭിണികളിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഗർഭാവസ്ഥയിലെത്തുന്ന എല്ലാ തലങ്ങളിലും യോഗ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ചെയ്യേണ്ടതാണ് അത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഏതൊക്കെ യോഗാസനങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു കണക്കുണ്ട്. അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ തന്നെയുണ്ട്. അതനുസരിച്ച് നമുക്ക് ചെയ്തു പോകാം. സെക്കൻഡ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലും ഒക്കെ ചെയ്യേണ്ട യോഗാസനങ്ങളുടെ ഒരു പ്രോട്ടോക്കോൾ തന്നെ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്നത് വഴി ഒരു ഗർഭാവസ്ഥ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട്, വളരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ കൊണ്ടുപോകാനായിട്ട് കഴിയും. അതേപോലെ തന്നെ ഒരു നോർമൽ ഡെലിവറി ആ ഒരു ഇതിലോട്ട് എത്താനായിട്ടും അവർക്ക് സാധിക്കുന്നുണ്ട്. പോസ്റ്റ് ഡെലിവറി പീരീഡും വളരെ സുഖകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതായിട്ട് വിവിധമായിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങളും നമ്മളുടെ എക്സ്പീരിയൻസസും അത് ചെയ്യുന്നുണ്ട്. തീർച്ചയായും സാർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ ശരിയ. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? പേരെന്താണ്? ഓക്കെ സാർ, എന്താണ് സംശയമെന്ന് ഡോക്ടറോട് ചോദിക്കും. പറഞ്ഞോളൂ സാർ. നമസ്കാരം. സാർ കേട്ടില്ല, ഒന്ന് വ്യക്തമായി ഒന്ന് ചോദിക്കാമോ സാർ? കേട്ടില്ല. അത് ഈ അലർജി ശരീരത്തിലുള്ള ആൾക്കാർക്ക് യോഗ ചെയ്യാൻ അലർജിയാണോ? അലർജിയുടെ പ്രശ്നം. ഓക്കെ സാർ, അലർജി സ്കിൻ അലർജിയാണോ സാർ ഉദ്ദേശിക്കുന്നത്, അതോ തുമ്മൽ അങ്ങനെയുള്ള ആ രീതി അതാണോ ഉദ്ദേശിക്കുന്നത്? തുമ്മൽ അലർജി ആദ്യം ഹോസ്പിറ്റലൊക്കെ വന്ന് പിന്നെ അലർജി കൂടിയതാണ്. അലർജി. ഓക്കെ. ഇപ്പോൾ അലർജി എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡ് അലർജി മുതൽ സ്കിന്നിലുള്ള അലർജി മുതൽ അല്ലെങ്കിൽ തുമ്മൽ അങ്ങനെയുള്ള ആസ്മ അലർജി. ഓക്കെ. തീർച്ചയായിട്ടും യോഗ ഏറ്റവും നല്ല ഒരു രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അലർജിക്ക് ആസ്മയിൽ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കഫം അധികം കൂടുന്ന നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ. കാരണം യോഗയിലും നമുക്ക് ആഹാരത്തിന് വളരെയധികം പങ്കുണ്ട്. വളരെ വിശദമായിട്ട് തന്നെ ആഹാരത്തിൻ്റെ തരംതിരിവുകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കഫമുണ്ടാക്കുന്ന കഫജന്യമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ വർജിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, യോഗയിൽ തന്നെ ഈ അലർജി മാറ്റാനായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. അത് പ്രത്യേകിച്ചും ക്രിയാസ്, വമനക്രിയ മുതൽ മൂക്ക് കഴുകുന്ന നമ്മുടെ നേതി, ജലനേതി, സൂത്രനേതി, ഈ കാര്യങ്ങൾ, പ്രാണായാമ, അത് പോരാഞ്ഞിട്ട് നമുക്ക് വെന്റിലേഷൻ കൂട്ടുന്ന, അതായത് നമ്മുടെ നമ്മുടെ ലങ്സിൻ്റെ പ്രവർത്തനത്തിനെ ഒന്ന് കൂട്ടുന്ന രീതിയിലുള്ള യോഗാസനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ വ്യക്തമായിട്ടുള്ളൊരു യോഗ തെറാപ്പി അറിയുന്ന ഒരു ഡോക്ടർ, യോഗ തെറാപ്പി അറിയുന്ന ഒരു നാച്ചുറോപ്പതി യോഗ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഇത് നിങ്ങൾ അവരെ കാണുക, ഒന്ന് കൺസൾട്ട് ചെയ്യുക. അത് ചെയ്ത ശേഷം അവർ കറക്റ്റായിട്ടൊരു യോഗ പ്രിസ്ക്രിപ്ഷൻ തരും. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ പഠിപ്പിച്ചു തരും. അത് ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. നമ്മൾ നോർമലായിട്ടുള്ള ക്ലാസിക്കൽ യോഗയിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളായിട്ടായിരിക്കും ഈ യോഗ തെറാപ്പി മുന്നോട്ട് വരിക. അപ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾ തന്നെ അത് തന്നു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ അലർജി ആസ്മയെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയും. ഓക്കെ സാർ, മനസ്സിലായെന്നിരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി.
സാർ, ഇപ്പോൾ നമ്മൾ ഈ ഭാരം കുറയ്ക്കുന്ന വെയിറ്റ് ലോസുമായിട്ട് ബന്ധപ്പെടുത്തി പലപ്പോഴും യോഗയെ പറ്റി പറഞ്ഞ് ഈ യോഗ വെയിറ്റ് ലോസിന് അത്രത്തോളം നല്ലതല്ല, ഗുണകരമല്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. വെയിറ്റ് ലോസിന് വളരെ നല്ല ഒരു ടൂളാണ് യോഗ എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മൾ ഈ പറയുന്ന കണക്ക് പെട്ടെന്ന് പെട്ടെന്നുള്ളൊരു വെയിറ്റ് ലോസ് യോഗയിൽ സാധ്യമല്ല. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലേം താനും. അതായത് പെട്ടെന്ന് ഒരാളുടെ വെയിറ്റ് പെട്ടെന്ന് കുറയുകയോ പെട്ടെന്ന് കൂടുകയോ ചെയ്യുന്നത് ശരീരത്തിന് നല്ലതല്ല എന്ന് നമ്മുടെ ശരീരശാസ്ത്രപരമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഘട്ടമായിട്ട് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നല്ലത്. ആ ഒരു രീതിയിൽ യോഗ അതിൻ്റേതായ മുഖ്യമായൊരു പ്രഭാവം യോഗയിലുണ്ട്. കാരണം അത് വെയിറ്റ് കുറയ്ക്കുന്നത് മാത്രമല്ല, ശരീരത്തിന് അതിൻ്റേതായൊരു ഷേപ്പും ഒരു സ്ട്രക്ചറും കൊടുത്തുകൊണ്ട് ആന്തരിക അവയവങ്ങൾ അതിൻ്റേതായ രീതിയിലുള്ള ആരോഗ്യം പ്രദാനം ചെയ്തുകൊണ്ട്, അതായത് സമഗ്രമായിട്ട് ഒരു വ്യക്തിയെ ആ വെയിറ്റ് കുറച്ച് കൊണ്ടുവരാനായിട്ട് യോഗ ഏറ്റവും നല്ല രീതിയിൽ അത് ഉപയുക്തമാക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിലൂടെ വർക്കലയിലായിരുന്നാലും ഒറ്റപ്പാലത്തായിരുന്നാലും ഉള്ള ഗവൺമെൻറ് നാച്ചുറോപ്പതി ഹോസ്പിറ്റലുണ്ട്, പുല്ലൂർ ഗവൺമെൻറ് നാച്ചുറോപ്പതി ഡിസ്പെൻസറി ഉണ്ട്. ഇവിടെയൊക്കെ തന്നെ അതിന് പോരാഞ്ഞിട്ട് പലവിധ സംവിധാനങ്ങൾ കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് യോഗയെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട്. അപ്പോൾ ആ കേന്ദ്രങ്ങൾ വഴി നമ്മൾ പോവുകയാണെങ്കിൽ ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ടും ശരീരത്തിന് നല്ലൊരു ഷേപ്പും സ്ട്രക്ചറും കൊണ്ടുവന്ന് ആ ആരോഗ്യം ശരീരത്തിനുള്ളിൽ നിറയ്ക്കാനായിട്ടുള്ള നല്ല ഒരു പ്രഭാവം യോഗയ്ക്കുണ്ട്. തീർച്ചയായിട്ടും. സാർ, ഇപ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ യോഗ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, ഇന്ന് സാമൂഹ്യപാഠം ചർച്ച ചെയ്യുമ്പോൾ, ഇപ്പോൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒട്ടനവധി എക്സസൈസുകൾ ചെയ്യുന്നുണ്ട്. രാവിലെ എണീക്കുന്ന സമയത്ത് നടക്കുന്നവരുണ്ട്, ഓടുന്നവരുണ്ട്, മറ്റിതര വ്യായാമങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളുണ്ട്. ഈ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഇതര എക്സസൈസുകളിൽ നിന്നും ഇതര വ്യായാമങ്ങളിൽ നിന്നും യോഗ എത്തരത്തിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? പലരും യോഗ എന്ന് പറയുന്നത് ഒരു എക്സസൈസാണ്, ഒരു അക്രോബാറ്റിക് എന്നുള്ള രീതിയിൽ പലരും എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സാർ, നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നു. സാർ നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, പേരെന്ന് പറയാമോ സാർ? പേരെന്താണ്? ഓക്കെ സാർ, എന്താണ് സംശയം എന്ന് ചോദിക്കൂ, ഡോക്ടറോട് ചോദിക്കും. നമസ്കാരം സാർ, പറഞ്ഞു. ഓക്കെ, ചോദിച്ചോളൂ സാർ. ബാലുശ്ശേരി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ സ്ട്രോക്ക് വന്നതാണ്. ഓക്കെ. സ്ട്രോക്ക് ഇടതുഭാഗം സ്ട്രോക്ക് വന്നിട്ട് ബലം കുറവായിട്ട്. ഓക്കെ. അപ്പോൾ 4 വർഷമായി. ഓക്കെ. മെഡിസിനൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അതിൽ യോഗ ചെയ്താൽ എങ്ങനെയാണ് അതിന്റെ കല്യാണം പറ്റുമെന്ന് നോക്കിയാൽ. സാർ എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു? ബാലുശ്ശേരി. കോഴിക്കോട്. ഒരു കാര്യം ചെയ്തു സാറ്, സ്ട്രോക്ക് എന്നല്ലേ പറഞ്ഞത്? നല്ല രീതിയിൽ. അപ്പോൾ അതിന് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാവും അല്ലേ? ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണോ? ആളാണ്. അപ്പം അതിൽ യോഗ എന്ന് പറയുന്നൊരു കോമ്പണൻറ്റും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ സ്പീഡി ആയിട്ടുള്ളൊരു റിക്കവറി നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും. അപ്പോൾ അത് സ്ട്രോക്കിൻ്റെ മറ്റുള്ള കാര്യങ്ങളും അതിൻ്റെ തീവ്രതയും കാര്യങ്ങളും എവിടെയാണ്, അതെങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതും, അതൊരു തലച്ചോറിനകത്തുള്ള നാഡികളുടെ ആ ഒരു, അതായത് പൊട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ത്രോംബസോ നടഞ്ഞിട്ടുണ്ടാകും, അതൊക്കെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കോഴിക്കോട് ഗവൺമെൻറ് ഡിസ്ട്രിക്റ്റ് ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരു യോഗ ഡോക്ടർ ഉണ്ടാവും തീർച്ചയായിട്ടും. അതേപോലെ ഡിസ്ട്രിക്റ്റ് ഹോമിയോ ഹോസ്പിറ്റലിലും ഒരു നാച്ചുറോപ്പതി യോഗ ഡോക്ടർ ഉണ്ടാകും. ആ ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ വാസുദേവൻ സാർ, മനസ്സിലായി തീരുന്നു. വിളിച്ചതിന് നന്ദി സാർ. ഇപ്പോൾ അദ്ദേഹം വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ സംസാരിക്കാൻ വന്നത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഇതര എക്സസൈസുകളിൽ യോഗ എത്തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമുക്ക് ദൈനംദിനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, യോഗ ഒരു എക്സസൈസായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ട്, പ്രവണത, അല്ലെങ്കിൽ എക്സസൈസ് ആണ് എന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് ഒരു എക്സസൈസ് എന്നതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജീവിത ശാസ്ത്രമാണ് യോഗ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഡെയിലി അനുവർത്തിച്ച് ഓരോ കാര്യങ്ങൾ അനുവർത്തിച്ച് പോകുന്ന ഒരു ശാസ്ത്ര രീതിയാണത്. അപ്പോൾ അത് എക്സസൈസായിട്ടും നമുക്കെടുക്കാം. എന്നാൽ അതിനുപരി അത് വളരെയേറെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ തന്നെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ശാസ്ത്ര കലയാണ് യോഗ എന്ന് പറയുന്നത്. ഇതും
ഈ യോഗയും ഈ എക്സസൈസും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഒരു എക്സസൈസ് കിരൺ പറഞ്ഞതുപോലെ ഒരാൾ ഓടുന്നു, ചാടുന്നു, നീന്തുന്നു, ഇതൊക്കെ എക്സസൈസാണ്. ഇപ്പോൾ ഒരു ഓടുന്ന ഒരാളിന് അയാളുടെ മനസ്സിനെ നമ്മുടെ ശരീരത്തിൽ തന്നെ നിർത്തണം എന്ന് നിർബന്ധമില്ല. അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം ഓടുന്ന സമയത്ത്. അല്ലെങ്കിൽ ഒരു വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ഒരാളിന് പല രീതിയിൽ ചിന്തിക്കാം. അപ്പോൾ ഇവിടെ യോഗയിൽ ചിന്തകളെ ശരീരത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അവയർനെസ് ക്രിയേഷൻ. നടക്കുമ്പോൾ ഞാനൊരു യോഗ ആസനം ചെയ്യുമ്പോൾ, നിസാരം ഞാനൊരു വജ്രാസനം ചെയ്യുമ്പോൾ, മുട്ടുമടക്കി അതിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ അവിടെ ഏതൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെ മർദ്ദം വരുന്നു എന്നൊക്കെ ഉള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ മനസ്സിനെ അതിനകത്ത് നിർത്തുന്നു. രണ്ടാമത്, ഇവിടെ ഈ എക്സസൈസ് എന്ന് പറഞ്ഞത് ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ളൊരു ആക്ഷനാണ്. ഒരു സോർട്ട് ഓഫ് ഒരു കോമ്പറ്റീറ്റീവ് ആക്ഷനാണത്. ഇത്ര മിനിറ്റ് കൊണ്ട് ഇത്ര ദൂരം, അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് കൊണ്ട് ഇത്ര ഭാരം, അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് കൊണ്ട് ഇന്നത് ചെയ്യാം. ഇവിടെ യോഗ അങ്ങനെയല്ല, രസിച്ച് ചെയ്യുന്ന ഒന്നാണ്. അതിന് സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നിശ്ചയിക്കുന്ന, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ സമയത്തിൻ്റെ ദൈർഘ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മൂന്നാമത്തെ കാര്യം, ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കെല്ലാം അറിയാം നമ്മൾ വിയർക്കുന്നു. തീർച്ചയായിട്ടും. എന്തുകൊണ്ട് വിയർക്കുന്നു എന്ന് വെച്ചാൽ ബേസിക് മെറ്റബോളിക് റേറ്റ് കൂടുന്നു, അവിടെ മെറ്റബോളിസം കൂടുന്നു. അത് എനർജി എക്സ്പെൻഡിച്ചറാണ് അവിടെ നടക്കുന്നത്. അതേസമയം യോഗ ചെയ്യുന്നത് തന്നെ നമ്മൾ കുളിച്ച് വൃത്തിയായിട്ടാണ് യോഗ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വിയർക്കുക എന്ന് പറയുന്നൊരു സംരംഭം ഉണ്ടാകുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ അവിടെ എനർജി കൺസർവേഷനാണ്. ഇപ്പോൾ യോഗ ചെയ്യുന്നൊരു വ്യക്തി ആദ്യ ഭാഗങ്ങളിൽ യോഗ ചെയ്യാൻ തുടങ്ങുമ്പോൾ വിയർത്തുന്നിരിക്കും, കാരണം അദ്ദേഹത്തിന് ശീലമില്ലാത്തൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ എനർജി എക്സ്പെൻഡിച്ചർ അല്ല, എനർജി നമ്മൾ മാക്സിമം കൺസർവേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഊർജ്ജത്തിന് വിനിയോഗിക്കാതെ ഊർജ്ജത്തിന് ഉള്ളിൽ തന്നെ അടക്കിക്കൊണ്ട് അതിന് വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്, നമ്മൾ വെയിറ്റ് ട്രെയിനിങ് എടുക്കുന്ന ഒരാൾ, നമ്മൾ വെയിറ്റ് ട്രെയിനിങ് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ മസിൽസൊക്കെ ഒന്ന് വലിപ്പം കൂടുന്നു. അതിൻ്റെ കാരണം ഹൈപ്പർട്രോപ്പിയാണ്. അതായത് ആ മസിൽസ് സെല്ലിൻ്റെ എന്താ പറയുക, ഇത് കൂടുന്നതാണ്, അളവ് കൂടുന്നതുകൊണ്ടാണ്, അത് വലുതാവുന്നതുകൊണ്ട്. അതേസമയം യോഗ ചെയ്യുമ്പോൾ ഹൈപ്പർപ്ലേസിയാണ് ഉണ്ടാകുന്നത്, മസിൽ സെൽസിൻ്റെ എണ്ണം കൂടുകയാണ്. അപ്പോൾ എണ്ണം കൂടുമ്പം എൻഡുറൻസും കൂടുകയാണ്. അതേപോലെ പ്രാണായാമ, മാനസികമായിട്ടുള്ള യോഗ, ഇതെല്ലാം വരുമ്പോൾ ഒരു സമഗ്രമായിട്ടുള്ള ഒരു എക്സസൈസിനെക്കാളുപരി ഒരു ശാസ്ത്രമാണ് യോഗ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. സാർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ ലൈൻ ശരിയാണ്. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? പേരെന്താണ്? ഓക്കെ സാർ, എന്താണ് സംശയം? പറഞ്ഞല്ലോ സാർ. എനിക്ക് ഒരു അപകടം പറ്റിയിട്ട് കണ്ണിന്റെ ഒരു ഓപ്പറേഷൻ ചെയ്തിരുന്നു. ഓക്കെ സാർ, കേട്ടില്ല, ഒന്നുകൂടെ സൗണ്ട് കൂട്ടി പറയാം. ഒരല്പം ഉറച്ച് വ്യക്തമായിട്ട് പറയാമോ സാർ? എനിക്ക് ഒരു അപകടം പറ്റിയിട്ട് കണ്ണിന്റെ ഓപ്പറേഷൻ ചെയ്തിരുന്നു. ഓക്കെ ഓക്കെ. അതിനുശേഷം കണ്ണിന്റെ പ്രഷർ ഗണ്യമായിട്ട് കുറഞ്ഞു പോയി. ഓക്കെ. അത് യോഗയിൽ വല്ല വഴിയുണ്ടോ കൂടാ? അലോപ്പത്തിൽ അതിന്റെ ചികിത്സയില്ല, യോഗയിൽ വല്ല വഴിയുണ്ടോ കൂടായെന്ന് അറിയേണ്ടിയിട്ടാണ്. സാർ, എവിടെയാ വീട്? എവിടെയാന്ന് പറഞ്ഞു? കണ്ണൂരാണ്. കണ്ണൂർ. ഒരു അപകടം പറ്റിയിട്ട് കണ്ണിന്റെ ഞരമ്പ്. യെസ്. ഇപ്പോൾ യോഗയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പലവിധമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഒരു അസുഖം വരാതെയും വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ കണ്ണിൻ്റെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം. അപ്പോൾ കണ്ണിൻ്റെ പ്രശ്നത്തിനെ നമ്മൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും കണ്ണിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുമുള്ള യോഗയുടെ ഒരു ക്രിയയാണ് ത്രാടകം എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ താങ്കളുടെ ആ കണ്ണിന് എന്താണ് പറ്റിയെന്നുള്ളതും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, കാരണം വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത് ഈ തെറാപ്പി പറയുമ്പോൾ ആ പേഷ്യൻറ്റിനെ നമ്മൾ ഡയറക്റ്റായിട്ട് കണ്ടുകൊണ്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് ശരിയായി മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. നമുക്ക് ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജനറലായിട്ട് ഇതിൽ പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ കണ്ണൂർ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി, അതായത് ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ, കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ഹോമിയോ ഹോസ്പിറ്റൽ, ഈ 2 സ്ഥലങ്ങളിലും നമുക്ക് യോഗ ഡോക്ടേഴ്സിൻ്റെ സേവനം ഗവൺമെൻറ് തലത്തിൽ ലഭ്യമാണ്. അവരെ ഒന്ന് കാണുക, കൺസൾട്ട് ചെയ്യുക, പോകുമ്പോൾ ഇതുവരെ ഉള്ള പേപ്പേഴ്സ് എല്ലാം എടുത്തുകൊണ്ട് പോവുക, ആ റിപ്പോർട്ട്സ് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ എത്രത്തോളം യോഗ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നും അഥവാ പറ്റുന്നെങ്കിൽ എത്ര കാര്യങ്ങൾ ഉപയോഗിക്കാം, നമ്മൾ എത്ര സ്പീഡിയായിട്ട് നമുക്ക് അതിൻ്റെ റിക്കവറി സാധ്യമാകുമെന്നും അവർക്ക് പറയാൻ കഴിയും.
ഓക്കെ സാർ, മനസ്സിലായെന്ന് വരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി സാർ. ഇപ്പോൾ നമ്മൾ യോഗ ദൈനംദിന ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും പലരും യോഗ ചെയ്യുന്നത് നമ്മൾ കാണാറുള്ളതാണ്. ഈ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള യോഗാസനങ്ങൾ അത് അതേപടി ഫോളോ ചെയ്ത്, അതായത് പ്രോപ്പറായിട്ട് ഒരു ട്രെയിനിങ് കിട്ടാതെ, ഒരു യോഗാചാര്യൻ്റെ നിർദ്ദേശം അനുസരിക്കാതെ സ്വയം അവർ തന്നെ പഠിച്ച് യോഗ ചെയ്യുന്നത്, ദൈനംദിന ജീവിതത്തിൽ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ ചെയ്യുന്ന യോഗ നെഗറ്റീവായിട്ടുള്ള ഫലം ഉണ്ടാക്കുമോ? അത് എത്രത്തോളം അപകടകരമാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള യോഗ കൊണ്ട് ഒരു മനുഷ്യന് നല്ലത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ തെറ്റായിട്ടുള്ള യോഗ ചെയ്യുമ്പോൾ അവിടെ അത് വളരെ വളരെ മാരകമായിട്ടുള്ള ദോഷങ്ങൾ വരെ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഈ തെറ്റായിട്ട് യോഗ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് തന്നെ അറിയില്ല ഇത് തെറ്റായിട്ട് യോഗ ചെയ്യുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന്. അതേപോലെ വ്യക്തമായിട്ടുള്ളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു യോഗാചാര്യൻ്റെ അടുത്ത് നിന്ന് തന്നെ യോഗ പഠിക്കുകയും വേണം. കാരണം വ്യക്തമായി ശരീരശാസ്ത്രവും ആ യോഗ കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങൾ, ഏതെല്ലാം ഭാഗങ്ങളിൽ ശരീരത്തിന് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാത്ത ഒരാൾ യോഗ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഈ തെറ്റായിട്ട് യോഗ ചെയ്യുന്നതിന് തുല്യം തന്നെയാണ്. അതുകൊണ്ട് ശരീരത്തിന് ദോഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ യോഗ തെറ്റായിട്ട്, കാരണം ധാരാളം ഇപ്പം ഞങ്ങളുടെ എല്ലാം പ്രാക്ടീസിങ് ഫീൽഡിൽ യോഗ തെറ്റായിട്ട് ചെയ്തുകൊണ്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് നിത്യേന. അതുപോലെ തന്നെ പ്രധാനമാണ് യോഗ, അതായത് ഗുരുവിൻ്റെ കീഴിൽ നിന്ന് ഡയറക്റ്റ് തന്നെ യോഗ പഠിക്കുകയും വേണം. കാരണം ഇപ്പോൾ യൂട്യൂബ് നോക്കി അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ നോക്കി നമ്മൾ യോഗ ചെയ്യുന്നു. ഇത് ചെയ്യുമ്പോൾ ഈ ശ്വസനത്തിൻ്റെ ആ വിന്യാസങ്ങൾ എങ്ങനെയാണെന്നോ, അല്ലെങ്കിൽ ഈ അതിലൊരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ളൊരു പോസ്റ്ററിലാണ് നിൽക്കുന്നത്, അതിനൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഗുരുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വ്യക്തമായിട്ട് അറിഞ്ഞ ഒരു യോഗ ഡോക്ടറിന് മാത്രമേ സാധിക്കത്തുള്ളൂ, ഒരു യോഗ ഇൻസ്ട്രക്ടറിന് മാത്രമേ സാധിക്കത്തുള്ളൂ ഇതിനെ കറക്റ്റ് ചെയ്യാൻ. ഈ കറക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും പ്രധാനമാണ്. നമ്മൾ എങ്ങനെയും യോഗ ചെയ്യുന്നതല്ല, അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ യോഗ ചെയ്യുന്നതിന് അപ്പോഴ് തന്നെ ആ ശ്വസനത്തിൻ്റെ കറക്ഷൻ, ആ പോസ്റ്ററിൻ്റെ കറക്ഷൻ ഒക്കെ തന്നെ പ്രാധാന്യമാണ്. അതുകൊണ്ട് ഒരു യോഗ ആചാര്യൻ്റെ വ്യക്തമായി ശരീരശാസ്ത്രവും യോഗശാസ്ത്രവും ആ യോഗ കൊണ്ട് ഓരോ ആസനങ്ങളും പ്രാണായാമവും അല്ലെങ്കിൽ ക്രിയയും ബന്ധാസും മുദ്രാസും ഒക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് മനസ്സിലാക്കുന്ന ഒരാൾ വേണം യോഗ പഠിപ്പിക്കാനായിട്ട്. തീർച്ചയായിട്ടും സാർ, നമ്മുടെ ഷോ ഏകദേശം വൈൻഡപ്പിലേക്ക് കടക്കുകയാണ്. ഈ ജീവിത ശൈലി രോഗങ്ങളുള്ള ഒട്ടനവധി ആളുകളുണ്ട്. അവർ യോഗ ചെയ്യുമ്പോൾ അവർ പുലർത്തേണ്ട, ശ്രദ്ധിക്കേണ്ട ലഘുവായ കാര്യങ്ങളെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് ധാരാളം കണ്ടുവരുന്നു. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒന്നാണ് ജീവിതശൈലി രോഗങ്ങൾ. അതിൽ യോഗയുടെ എല്ലാ ആസ്പെക്ട്സും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യമനിയമാസനം എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതെല്ലാം തന്നെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ ഒന്നാണ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ യോഗയിൽ തന്നെ ഭക്ഷണങ്ങൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: സാത്വികം, രാജസികം, താമസികം. ഇതിനകത്ത് ഇതെല്ലാം ഈ സാത്വികം മാത്രമേ കഴിക്കാവൂ, അല്ലെങ്കിൽ രാജസികം കഴിച്ചുകൂടാ, അല്ലെങ്കിൽ താമസികം കഴിച്ചുകൂടാ എന്ന് ഒരിടത്തും പറയുന്നില്ല. ഒരു വ്യക്തിയുടെ അയാൾ ചെയ്യുന്ന ജോലി, അയാൾ ചെയ്യുന്ന മാനസികമായിട്ടുള്ള വ്യാപാരം, അയാളുടെ ചെയ്യുന്ന എത്രത്തോളം ഹാർഡായിട്ടുള്ള വർക്ക് എന്നൊക്കെ അനുസരിച്ചാണ് ഈ ഭക്ഷണം ഏത് വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത്. വളരെയധികം കഠിന പ്രയത്നം ചെയ്യുന്ന ഒരാളിന് രാജസിക ഭക്ഷണം എടുക്കാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ഭക്ഷണം. അപ്പോൾ ജീവിതശൈലിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ സെലക്ഷനാണ്, നമ്പർ 1. നമ്പർ 2, ലാക്ക് ഓഫ് എക്സസൈസ്. അവിടെ നമ്മൾ ഈ യോഗേനെ ഉള്ളിലോട്ട് കൊണ്ടുവരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ശാസ്ത്രീയമായിട്ട് കോഡ് ചെയ്തൊരു എക്സസൈസാണ്. യോഗേനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ വിവിധ മുഖമായിട്ടുള്ള എഫക്ട്സ് അവിടെ കിട്ടുന്നു. അപ്പം ഈ അസുഖങ്ങളെല്ലാം, ഈ നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെല്ലാം തന്നെ, അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ജനറലൈസ്ഡ് യോഗ ചെയ്യുന്നത് നല്ലതാണ്. അതിൻ്റെ ക്യൂറേഷന് വേണ്ടിയിട്ട് നമ്മൾ യോഗ തെറാപ്പിയിലോട്ടും കടക്കേണ്ടിയിരിക്കും. തീർച്ചയായിട്ടും സാർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജൂൺ 21 നമ്മൾ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുമ്പോൾ ഇന്ന് യോഗ ദൈനംദിന ജീവിതത്തിൽ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നിത്യജീവിതത്തിൽ യോഗ ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പ്രേക്ഷകരോട് സംബന്ധിച്ച ഡോക്ടറിന് എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സാമൂഹ്യപാഠം ഇന്നിവിടെ ഇങ്ങനെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി, മറ്റൊരു ഗസ്റ്റുമായി. നമസ്കാരം.